ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. വരുണിനെയും രാധികയും മുത്തശ്ശി പറയാതെ തന്നെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും എവിടെ പോകാനാണ് എന്ന് ചോദിച്ചപ്പോൾ പറയാതെയാണ് രണ്ടുപേരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം മുത്തശ്ശി അവരോട് പറയുന്നുണ്ട്, ഇവിടേക്കല്ലാതെ പിന്നെ ഞാൻ ഈ വയസ്സാങ്കാലത്ത് എങ്ങോട്ടേ പോവാനാന്നൊക്കെ. വാ മുത്തശ്ശി, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വരട്ടെ, എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് പോകാം. സംശയത്തോടെ വരുണും രാധികയും ചോദിക്കുന്നു, എല്ലാവരുമോ? ഇനി ആരാ എന്ന്. എനിക്ക് അറിയാവുന്ന ചില വേണ്ടപ്പെട്ട ആൾക്കാർ വരാനുണ്ട് എന്ന് മുത്തശ്ശി പറയുന്നു. അതാരാ ഞങ്ങളറിയാത്ത വേണ്ടപ്പെട്ട ആൾക്കാർ എന്ന് രാധിക ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ മതിയെന്ന് മുത്തശ്ശി. വയസ്സാങ്കാലത്ത് കുരുത്തക്കേട് വലുതാണോ എന്ന് വരുൺ ചോദിക്കുന്നു. കുരുത്തക്കേടോ എന്ന് മുത്തശ്ശി സംശയത്തോടെ ചോദിക്കുന്നു. ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയോ? അവരെ ആരെങ്കിലും വഴിയിൽ വെച്ച് കണ്ടതാണോ? അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കളിയാക്കുകയാണ് വരുൺ. ഇവൻ മുത്തശ്ശിയോട് ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ എന്ന് മുത്തശ്ശി. മുത്തശ്ശിയുടെ പെരുമാറ്റം കണ്ടാൽ അറിഞ്ഞൂടെ, അങ്ങനെയല്ലെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശി നേരിട്ട് പറയില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കി പറയുകയാണ് രാധിക. എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞവരെ ഇപ്പോൾ എത്തും, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കഥ വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്കൊരു കാറ് വരുന്നത്. കാറിൽ നിന്നും മറ്റാരുമല്ല സൂര്യയും പിന്നെ കൽപ്പനയുമാണ് ഇറങ്ങുന്നത്. അവരെ കണ്ടതും പുഞ്ചിരിയോടെ നിൽക്കുകയാണ് രണ്ടുപേരും. ഇവരാണ് എന്നെ കാണാൻ വരുന്നവർ, ഇവരെക്കുറിച്ചെങ്കിലും പറയാനുണ്ടോ എന്ന് മുത്തശ്ശി. എന്താ മുത്തശ്ശി എന്ന് സൂര്യ. ഇവരുടെ ഓരോ കുസൃതികളാണ്, വേറെ എന്ത് പറയാനാ എന്ന് മുത്തശ്ശി പറയുന്നു. ഒന്നുമില്ല ഏട്ടാ, രാവിലെ മുതൽ സസ്പെൻസ് കളിക്കുകയാണ്, ഒന്നിച്ചിറങ്ങാമെന്ന് പറഞ്ഞു, എവിടേക്കാണെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ ഒരു ബന്ധുക്കാർ വരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, ആരാണെന്ന് ചോദിച്ചിട്ട് മിണ്ടിയതുമില്ല എന്നൊക്കെ വരുൺ സൂര്യയോട് പറയുന്നുണ്ട്. നിങ്ങളെ രണ്ട് കൂട്ടരെയും കൊണ്ട് നടയിൽ എത്താമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിരുന്നു, അതാണ് വന്നത് എന്ന് മുത്തശ്ശി പറയുന്നു. വരുൺ എന്നെക്കുറിച്ച് സൂര്യയോട് ചോദിക്കണം, സൂര്യയ്ക്ക് ഒരു ചെറിയ പരാതിയെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കട്ടെ എന്നൊക്കെ കൽപ്പന പറയുന്നു. നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിന്നതിന് ശേഷം 5 പേരും ക്ഷേത്രത്തിലേക്ക് കയറിയിരിക്കുവാണ്. എല്ലാ വിഷമങ്ങളും ഭഗവാന്റെ മുന്നിൽ വെച്ചേക്ക്, എല്ലാത്തിനും ഭഗവാൻ ഒരു പരിഹാരമുണ്ടാക്കുമെന്ന് മുത്തശ്ശി പറയുന്നു. രാധിക പറയുന്നുണ്ട് ഭഗവാനോട്, ഉള്ളിൽ കത്തിയെരിയുന്ന തീയുമായി എൻ്റെ അമ്മയുണ്ട്. ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ കരയാതിരിക്കാൻ ശ്രമിക്കാം. എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്, നീ കാത്ത് രക്ഷിക്കണം എൻ്റെ ഭഗവാനെ എന്നാണ് രാധികയുടെ പ്രാർത്ഥന. തുടർന്ന് തിരുമേനി പ്രസാദവുമായി അവിടേക്ക് വന്നു. എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൽപ്പന സൂര്യയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കുന്നു. പിന്നെ മുത്തശ്ശിക്കും തൊട്ടുകൊടുക്കുന്നുണ്ട്, രാധികയ്ക്കും കൊടുക്കുന്നു. വരുണിനും. ഒരു നല്ല ഭാര്യയായിരിക്കുകയാണ് കൽപ്പന ഇപ്പോൾ. മുത്തശ്ശി പറയുന്നു, കൽപ്പന മോളുടെ ഈ ഒരു മാറ്റമാണ് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അതിശയം. ഇത് കേട്ട് കൽപ്പന പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് രാധികയാണ്. അവളുടെ വേദനകളെക്കുറിച്ച് നോക്കാതെ അവൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. അവൾ മറ്റുള്ളവരെ കുറിച്ച് അവൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഉള്ളിൽ വേദന നിറച്ചായാലും എന്നൊക്കെ കൽപ്പന പറയുന്നു. ഏട്ടനും അനിയനും ഏട്ടത്തിയും അനിയത്തിയും എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാകണമെന്ന് മുത്തശ്ശിയും പറയുന്നു. എൻ്റെ തീരുമാനമെടുത്താലും അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഒന്നിച്ച് സാധിക്കണമെന്നും പറയുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേക പൂജ പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്നു. അങ്ങനെ ഇപ്പോൾ 5 പേരും അവിടേക്ക് പോവുകയാണ്. തിരുമേനി പറഞ്ഞത് പ്രകാരം ഇരുകൂട്ടരും അവിടേക്ക് ഇരിക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണനെ കൽപ്പനയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് തിരുമേനി. എന്നിട്ട് ചന്ദനം ചാർത്തി കൊടുക്കാനായി പറയുന്നു. മുത്തശ്ശിക്ക് ഒരു കുഞ്ഞിക്കാല് കാണണമെന്നാണ് ആഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൂജയായിരുന്നു ഇത്. മനസ്സറിഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കാനും തിരുമേനി പറയുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇനി 4 പേരും വലം വയ്ക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ രാധികയുടെ കയ്യിലും കൽപ്പനയുടെ കയ്യിലും ഉണ്ണിക്കണ്ണന്മാർ ഇരിപ്പുണ്ടായിരുന്നു. അതുമായി വലം വയ്ക്കുകയാണ്. ശുഭലക്ഷണമാണ് ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ആഗ്രഹം സഫലമാകാൻ ഏറെ നാൾ എടുക്കില്ല എന്ന് തോന്നുന്നു എന്നും തിരുമേനി പറയുന്നു. അങ്ങനെ ഇപ്പോൾ അതുമായി അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു 2 പേരും. എന്നിട്ട് ഉണ്ണിക്കണ്ണന്മാരെ അവരുടെ ഭർത്താക്കന്മാരുടെ കൈകൾ കൊടുത്തിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് 2 പേരും. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ശക്തിയായി മാറട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അവരോട്. ശേഷം ശ്യാമയെ കാണിക്കുന്നു. ശ്യാമ നല്ല മയക്കത്തിലായിരുന്നു. അവിടേക്ക് അമൃത വരുന്നുണ്ട്. ശ്യാമയെ വിളിക്കുന്നുണ്ട്. ശ്യാമ ഒരു വല്ലാത്തൊരു അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. തലയിൽ വല്ലാത്തൊരു ഭാരം പോലെ. കണ്ണ് തുറക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ശ്യാമ പറയുന്നു. എന്നെക്കൊണ്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് ശ്യാമ. അമൃത ശ്യാമയ്ക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. ഒന്നുറങ്ങട്ടെ, എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമ മയക്കത്തിലേക്ക് പോയി.
ഇന്നലെ രാത്രി കുത്തിവെച്ചത് എന്തോ കടുപ്പമുള്ള മരുന്നാണ്. ഒരു അസുഖമല്ല എൻ്റെ ദൈവമേ എൻ്റെ ശ്യാമയ്ക്ക്. പക്ഷേ എല്ലാവരും കൂടി എൻ്റെ ശ്യാമയെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അമൃത. ശേഷം കാണിക്കുന്നത് പത്മിനിയും പരമേശ്വരനും വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഉർവശി ഇങ്ങനെ ഭയങ്കര ചൂട് കാരണം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്ത് പറ്റി നിന്റെ മുഖത്തൊക്കെ എന്നൊക്കെ രണ്ടുപേരും ഉർവശിയോട് ചോദിക്കുന്നു. അത് ഈ ചൂടൊക്കെയല്ലേ എന്ന് ഉർവശിയും പറയുന്നു. ഇത് കണ്ടിട്ട് ചിക്കൻ ബോക്സ് ആണെന്നാണ് തോന്നുന്നതെന്ന് പരമേശ്വരൻ എൻ്റെ നോക്കുന്നതെന്ന് പറയുന്നു. ഉർവശി എന്തോ കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നീ എല്ലായിടത്തും ഇങ്ങനെ നടക്കണ്ട, മുറിയിലെങ്ങാനും പോയി ഇരുന്നാൽ മതി എന്ന് പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നു, ഇത്രയും നാൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നു, വന്ന ഉടനെ പേടിപ്പിക്കാൻ നോക്കുവാണോ? എനിക്കൊരു അസുഖവും ഇല്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഉർവശി. പത്മിനി പ്രസാദം വല്ല ഉണ്ടെങ്കിൽ അവൾക്ക് എടുത്തു കൊടുക്കുന്ന പരമേശ്വരൻ. അയ്യോ വേണ്ടേ, അത്യാവശ്യത്തിനുള്ള അനുഗ്രഹം കിട്ടുന്നുണ്ട്, ഇനി നിങ്ങൾ കൊണ്ടുവന്ന അനുഗ്രഹവും കൂടി ചുമക്കാൻ വയ്യെന്ന് പറയുന്നുണ്ട്. രണ്ടാളും അറിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഞാൻ എൻ്റെ മര്യാദയ്ക്ക് പറയുന്നു എന്നേ ഉള്ളൂ. എന്തായാലും അമ്മ ഇവിടെ ഇല്ല, അവരുടെ പിന്നാലെ തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇറങ്ങിപ്പോകാനിരിക്കുകയായിരുന്നല്ലോ. അമ്മയ്ക്ക് ഇറങ്ങിപ്പോണം, അമ്മ പോയി. പക്ഷേ വന്നവരെ എന്നെയാണ് ചീത്ത വിളിച്ചത്. അവരുടെ വിചാരം ഞാനെന്തോ ചെയ്തെന്നാണ്. സത്യത്തിൽ അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നൊക്കെ ഉർവശി പറയുന്നു. വരണം രാധികയും അമ്മയും എന്നെ വിളിച്ചിരുന്നു എന്ന് പരമേശ്വരൻ പറയുന്നു. പറയും നിങ്ങളതല്ലേ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ ഉർവശി പറയുന്നു. ഞങ്ങളാരെയും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല, എല്ലാം ഞങ്ങൾക്കറിയാലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും മുറിയിലേക്ക് പോകുന്നു. ഇതെന്തിനാണോ എന്തോ തിരിച്ചു വന്നിരിക്കുന്നത്. ഇവർക്ക് അവിടെ വെച്ച് എന്തെങ്കിലും പറ്റണേന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഉർവശി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധിക വീണ്ടും ഭക്ഷണപ്പൊതികൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരൊരു സ്റ്റുഡിയോയിലേക്കായിരുന്നു ഇപ്പോൾ രാധിക ഭക്ഷണവുമായി വന്നിരിക്കുന്നത്. ഒരു പാട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് റെക്കോർഡിങ്ങിന് കോറസ് പാടാൻ വരുന്ന കുട്ടികളിൽ ഒരു കുട്ടി വരുന്നില്ല, അതിൻ്റെ ബഹളമാണിത് എന്നൊക്കെ പറയുന്നു. എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാമോ? പാട്ട് പാടുമെന്ന് എനിക്കറിയാം, ആ കോറസിൻ്റെ കൂടെ ഒന്ന് നിൽക്കാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. തൽക്കാലം വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണെന്നും കുട്ടിയെ പോലെ ഒരാളോട് കോറസ് പാടാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നു. അതൊന്നും സാരമില്ല, കോറസ് പാടുന്നവരും സംഗീതം പഠിച്ചവരല്ലേ. ചിലർക്ക് മുൻ സീറ്റ്, ചിലർക്ക് പിൻസീറ്റിലായി പോവും, അത്രയേ ഉള്ളൂ എന്നൊക്കെ രാധിക പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാലോ, പാട്ടുകാരി ശ്യാമയുടെ മകളാണെന്ന് പത്രങ്ങൾ മുഴുവനും കണ്ടതല്ലേ. അപ്പോൾ പിന്നെ മറുചോദ്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചേട്ടനെ കാര്യം നടന്നാൽ പോരെ, അമ്മയുടെ കാര്യം ഒരുപാട് ചർച്ച ചെയ്യണ്ട. എനിക്ക് ഓർഡർ പിടിച്ചു തരുന്നതല്ലേ, തീർച്ചയായിട്ടും ഞാൻ പാടാമെന്ന് രാധിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പാടേണ്ട ആ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അവർക്കാണെങ്കിൽ 11:30-ക്കാണ് ഫ്ലൈറ്റ്. അതിന് മുന്നേ തന്നെ പാടി തീർക്കണം. ഇതൊക്കെ മ്യൂസിക് ഡയറക്ടറിനോട് വന്ന് പറയുകയാണ് അവിടുത്തെ ആ ഒരു ആൾ. ഈ സമയം കോറസ് പാടുകയായിരുന്നു ശ്യാമയും വേറെ 2 കുട്ടികളും. അത് നന്നായി തന്നെ പാടുന്നുണ്ടായിരുന്നു. അത് ആസ്വദിച്ചിരിക്കുകയാണ് ആ മ്യൂസിക് ഡയറക്ടർ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.